ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിർദ്ദേശം തിരിഞ്ഞു നോക്കൂ. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. വായിക്കാം, എഴുതാം. കവിത വായിച്ച് ശരിയുത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാവുക. ഒന്നുകിൽ എന്തെങ്കിലും കവിതയായിരിക്കാം, അല്ലെങ്കിൽ വല്ല കഥാഭാഗമോ വല്ല പാസേജ് എന്തെങ്കിലും നൽകിയിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം വരിക. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു കവിതാഭാഗമാണ്. നമുക്ക് വായിച്ചു നോക്കാം. പുതുമണമിളകുന്ന പൂക്കളേന്തി പൂവിലാജാലം നിരന്നു, പൂവലിജാലം നിരന്നു, നിൽപ്പുമുദിതരായി മധുവുണ്ണാം മണിനിരകൾ മൂളിപ്പാട്ടോരോന്നു പാടിടുന്നു. തളിർവലി തലയാട്ടി രസിച്ചിടുമ്പോൾ താളം പിടിക്കുന്നിളം തെന്നലും കളകളമൊഴികളാൽ കിളിനിരകൾ കാല്യക്കടലിന്നലകൾ ചേർപ്പുഴ വിളിന്നൊളി ചിന്നും ശലഭജാലം മാമരത്തോപ്പിൽ പറന്നിടുന്നു. ഇടപ്പള്ളിയുടെ വരികളാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ആളിപ്പാട്ട് പാടുന്നത് ആര്? കിളികൾ, അളിനിരകൾ, പൂമ്പാറ്റകൾ, തുമ്പികൾ. കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലായല്ലേ ആളിപ്പാട്ട് പാടുന്നത് ആരാണ്? അതെ, അളിനിരകളാണല്ലേ. ആൻസർ എന്താണ്? അളിനിരകൾ. തലയാട്ടി രസിക്കുന്ന തളിർവല്ലിക്കൊപ്പം താളം പിടിക്കും കടങ്കഥ വ്യാഖ്യാനിക്കുന്നത് ആരെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൂക്കൾ, പുലരി, ഇളംതെന്നൽ, കിളികൾ. ആൻസർ എന്താ കൂട്ടുകാരെ? ഇളംതെന്നലാണല്ലേ. ആൻസർ എന്താണ്? ഇളംതെന്നൽ. പൂവിലാജാലം നിരന്നു നിൽപ്പു അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്ത്? പൂവല്ലി ജാലം നിരന്നു നിൽപ്പു അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്തെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നിറം, കൂട്ടം, സൗന്ദര്യം, കാഴ്ച. അപ്പൊ ഇവിടെ എന്താണ് അർത്ഥം വരുന്നത്? അതേ, കൂട്ടമാണല്ലേ. ആൻസർ എന്താണ്? കൂട്ടം. മാമരത്തോപ്പിൽ പറക്കുന്ന ശലഭങ്ങളെ വർണ്ണിക്കുന്നത് എങ്ങനെ? പൂക്കളെ പോലെയുള്ളവ, മഴവില്ലിൻ ശോഭയോട് കൂടിയവ, കളകളം പാടുന്നവ, തലയാട്ടി രസിക്കുന്നവ. ഏതാ കൂട്ടുകാരെ റൈറ്റ് ആൻസർ? നമുക്കറിയാം ഏതാണ്. മഴവില്ലിൻ ശോഭയോട് കൂടിയവ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. മാമരത്തോപ്പിൽ പറക്കുന്ന ശലഭങ്ങളെ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? മഴവില്ലിൻ ശോഭയോട് കൂടിയവ. കളകളമൊഴികളാൽ കടലിൻ അലകൾ തീർക്കുന്നതാര്? പുഴകൾ, കിളിനരകൾ, മണ്ണിൻകൂട്ടം, കുട്ടികൾ. ആരാണ്? കിളിനിരകളാണല്ലേ. ആൻസർ എന്താണ്? കിളിനിരകൾ. ഓക്കെ, പ്രവർത്തനം 2 നോക്കാം. എല്ലാത്തിന്റെയും ആൻസർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. കുറിപ്പാണ്. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കിയത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഡെയ്സി ചെടി. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡെയ്സി ചെടിയുടെ ചിന്തകൾ എന്തൊക്കെയാകാം? കുറിപ്പായി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കുറിപ്പ് നോക്കാം. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നത്. പൂന്തോട്ടത്തിനരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കൾ ആരും ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും നല്ല നിറമില്ലാത്തത് കൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഒരു വാനമ്പാടി എന്റെ അരികിൽ വന്ന് പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് സങ്കടം മാറിയത്. പക്ഷെ എന്റെ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. 2 കുട്ടികൾ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചു. അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോടെ എടുത്തു കൊണ്ടുപോയി. അവർ ഞങ്ങൾക്ക് 2 പേർക്കും വെള്ളം തന്നില്ല. പാവം വാനമ്പാടി ചത്തുപോയി. കുട്ടികൾ വന്ന് ചത്തുപോയ വാനമ്പാടിയെ കണ്ട് കരഞ്ഞു. എന്നെ എടുത്ത് അവർ ദൂരേക്ക് എറിഞ്ഞു. എന്റെ ഭൂമിയിലെ ജീവിതം അവസാനിച്ചതായി എനിക്ക് തോന്നി. അപ്പൊ കൂട്ടുകാർ എന്ത് ചെയ്യുക? യെസ്, ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ബി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡെയ്സി ചെടിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വെള്ളപ്പട്ടുടുത്ത സുന്ദരി, സ്വർണ്ണ കിരീടം വെച്ച രാജകുമാരി, സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പുമുള്ള കൊച്ചുപൂവ്, മഞ്ഞപ്പാവാടക്കാരി. ആൻസർ എന്താ കൂട്ടുകാരെ? അതെ, സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പുമുള്ള കൊച്ചുപൂവ് എന്നാണ് അല്ലെ. ബി ആൻസർ എന്താണ്? സ്വർണ്ണ ഹൃദയവും വെള്ളയുടുപ്പുമുള്ള കൊച്ചുപൂവ്. ഓക്കെ, പ്രവർത്തനം 3 എന്താണ്? കടങ്കഥ വ്യാഖ്യാനിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥ വായിച്ച് ഉത്തരം കണ്ടെത്തുക. കടങ്കഥ വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല. എന്താണ് ആൻസർ വരുന്നത്? അതെ, കത്രികയാണല്ലേ. വ്യാഖ്യാനിച്ച് എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അറിയാം.
തുണിയും മറ്റും മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണല്ലേ കൂട്ടുകാരി കത്രിക എന്ന് പറയുന്നത്. മുറിക്കുന്നതല്ലാതെ തിന്നാൻ അതിന് കഴിയില്ല. ഈ അർത്ഥത്തിലാണ് കണ്ടം കണ്ടം കണ്ടിക്കും എന്നാൽ തിന്നാൻ കഴിയില്ല എന്ന് കടങ്കഥയിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ. ബി ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിണർ എന്ന് ഉത്തരം വരാത്ത കടങ്കഥ ഏതെന്നാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത്. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, നമുക്കറിയാം ഏതാണ്. കിണർ തന്നെയാണ് അല്ലെ. ദെൻ വെള്ളമില്ലാ കടലിൽ ആളില്ലാ തോണി, അതെന്താണ്? അതല്ലല്ലോ ആൻസർ. ദെൻ അടിയില്ലാത്ത പട്ടി, ധാരമെന്നാലും ആന എടുത്തു മാറ്റാത്ത വട്ടച്ചെമ്പ്, ഇതിന്റെയൊക്കെ ആൻസർ എന്താണ്? കിണറാണ്. അപ്പൊ ആൻസർ വരാത്തത് ഏതാണ്? വെള്ളമില്ലാ കടലിൽ ആളില്ലാ തോണി. വെള്ളമില്ലാ കടലിൽ ആളില്ലാ തോണി. ഓക്കെ. ദെൻ പ്രവർത്തനം 4 ഒരു അനുഭവക്കുറിപ്പാണ്, നമുക്ക് നോക്കാം. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമി തൻ മക്കളായി ഇറക്കുന്നു നിത്യവും. ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ നട്ടുവളർത്തിയ ചെടികളിലും ഇതുപോലെ പൂക്കളും കൈകളും വിരിഞ്ഞിട്ടുണ്ടാകുമല്ലോ. നിങ്ങളുടെ അനുഭവം കുറിപ്പായി എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊരു കുറിപ്പ് നോക്കാം. വീട്ടുമുറ്റത്തും സ്കൂളിലും പൂന്തോട്ടം ഉണ്ടാക്കാനും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനും ഞാനും കൂടാറുണ്ട്. ഞാൻ നട്ട ചെടികളിൽ പുതിയതായി ഓരോ ഇല വരുമ്പോഴും ഞാൻ സന്തോഷിച്ചിരുന്നു. ചെടിക്ക് ചെറിയൊരു വാട്ടമുണ്ടായാൽ എന്റെ മനസ്സ് വേദനിക്കുമായിരുന്നു. ഞാൻ നട്ട വെണ്ടയിൽ ആദ്യമായി ഒരു പൂവ് വിരിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. ഞാൻ വളർത്തിയ വെണ്ടയിലും വഴുതനയിലും ഉണ്ടായ കായ്കൾ കൊണ്ടുണ്ടാക്കിയ കറികൾ കാട്ടിയപ്പോഴും എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ, ഇതുപോലെ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. ഇത് തൂമയേറിയിടും വാടാമലരുകൾ അടിവരയിട്ട പദത്തിന് പകരമായി എഴുതാവുന്ന വാക്കേതെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. നിറം, മാല, ആകാശം, ഭംഗി. ഇവിടെ തൂമ എന്നുള്ളതാണ് അടിവരയിട്ടുള്ളത്. അപ്പൊ ഏതാണ്? അത് ഭംഗിയാണല്ലേ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രവർത്തനം 5 വാർത്തയാണ്. കടുത്ത ചൂടിനും കുടിവെള്ളക്ഷാമത്തിനും അറുതി വരുത്തിക്കൊണ്ടാണ് പുതുമഴ എത്തുന്നത്. വേനൽക്കാലത്ത് പുതുമഴ എത്തിയത് ഒരു വാർത്തയായി അവതരിപ്പിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു വാർത്തയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കാം. ഭൂമിയെ തണുപ്പിച്ച് കുളിർമഴ എത്തി. കോട്ടയം. കടുത്ത വേനൽ ചൂടിൽ വലഞ്ഞിരുന്ന ജില്ലയ്ക്ക് ആശ്വാസമായി വേനൽ മഴ പെയ്തു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂടിക്കെട്ടിയ ആകാശം 5 മണിയോടെ പെയ്തിറങ്ങുകയായിരുന്നു. വേനൽ മഴയ്ക്ക് പകിട്ടേകാൻ പതിവ് പോലെ ഇടിയും മിന്നലും കാറ്റുമൊപ്പമുണ്ടായിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമത്താൽ വലഞ്ഞിരുന്നവർക്ക് വേനൽ മഴ ഒരു അനുഗ്രഹമായി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഇതുപോലൊരു വാർത്ത തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കൂ. മഴയിരമ്പം എന്ന പദം വികസിപ്പിച്ചാൽ എങ്ങനെയാ വരുന്നത്? മഴയിലെ ഇരമ്പം, മഴയും ഇരമ്പവും, മഴയുടെ ഇരമ്പം, മഴ പോലുള്ള ഇരമ്പം. ആൻസർ എന്താണ് കൂട്ടുകാരെ? അതെ, മഴയുടെ ഇരമ്പമാണ് അല്ലെ. എന്താണ് ആൻസർ? മഴയുടെ ഇരമ്പം. ഓക്കെ, ദെൻ പ്രവർത്തനം 6 നോക്കാം നമുക്ക്. ആസ്വാദനം തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന കവിതയുടെ ആശയം, സമകാലിക പ്രസക്തി, സന്ദേശം ഇവ വിലയിരുത്തി ആസ്വാദനം തയ്യാറാക്കുക. അപ്പൊ കവിത എന്ത് ചെയ്യുക കൂട്ടുകാരെ? നന്നായി വായിച്ച് മനസ്സിലാക്കുക. പി മധുസൂദനൻ നായർ എഴുതിയ കവിതാ ഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. സ്വതന്ത്രമായി കളിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു മനസ്സാണ് പി മധുസൂദനന്റെ വകതിരവ് എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത്. അമ്മയും അച്ഛനും മുത്തശ്ശിയുമെല്ലാം ജീവിതത്തെപ്പറ്റി ആകുലപ്പെടുവരാണ്. ചിട്ടിപ്പണത്തെക്കുറിച്ചും വീട്ടുചെലവുകളെ കുറിച്ചും എന്തെല്ലാമാണ് അവർക്ക് എപ്പോഴും ചിന്ത. മാനത്ത് ഒരു മഴവില്ല് കണ്ടാൽ അത് നോക്കി നിൽക്കാനോ ആസ്വദിക്കാനോ ഒന്നും അവർക്ക് നേരമില്ല. മഴയത്ത് മുറ്റം നിറയെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൽ തോണി കളിക്കാനോ ഒന്നിനും അവർക്ക് ആഗ്രഹമില്ല. പകൽ മുഴുവൻ പാറിപ്പറക്കുന്ന തുമ്പിയും മക്കളും എവിടെയാണ് ഉറങ്ങുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് കഴിയില്ല. മഴ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോയി വായിക്കുവാൻ പറഞ്ഞ അമ്മയും അച്ഛനുമെല്ലാം വഴക്കു പറയും. നല്ല മഴ പെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ വൈക്കോൽ നനയുമല്ലോ എന്നോർത്ത് അമ്മ ആകുലപ്പെടും. മഴ നിന്നു കഴിയുമ്പോൾ മരങ്ങളിൽ നിന്ന് പെയ്യുന്ന വെള്ളത്തുള്ളികൾ കാണാൻ അവർക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പോഴെല്ലാം പുസ്തകം വായിച്ചു കൊള്ളാൻ പറഞ്ഞു ഓടിച്ചുവിടും. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുമ്പോൾ തന്നോട് പഠിക്കാൻ പറയുന്ന അവർക്കാർക്കും വകതിരിവില്ല എന്നാണ് കുട്ടിയുടെ കണ്ടെത്തലുകൾ. പ്രകൃതി ഭാവങ്ങളെ ആസ്വദിക്കാതെ ആകുലപ്പെട്ടു നടക്കുന്ന മനുഷ്യർക്കുള്ള മറുപടി കൂടിയാണ് ഈ കവിത. ഈ കൂട്ടുകാരെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൂടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.